ഹരി ഓം. 51-ാമത്തെ സ്തുതി. ശ്രീകൃഷ്ണ ജന്മ വസുദേവ സ്തുതി. ഇത് 10-ാം സ്കന്ധം 1-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ ശ്ലോകങ്ങൾ. വസുദേവരുടെ സ്തുതി 13 മുതൽ 22 വരെ ശ്ലോകങ്ങൾ. ശ്രീശുക ഉവാച അഥ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകര നദ്യപ്രസന്നസലില ഹൃദാജലരുഹശ്രിയഃ ദ്വിജാളീകുലസംനാദ സ്തബകാവനരാജയഃ വവോവായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ച ദ്വിജാതീനാ ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാ ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുഃകിന്നരഗന്ധർവ സ്തുഷ്ടുവുഃ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നതൃതുഃ അപ്സരോഭിസമം തദാ മുമുചുർമുനയോ ദേവ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവഗുഹാശയഃ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഃ തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഢൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ധാമകാഞ്ജംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവമൈക്ഷത സവിസ്മയോത്ഫുല്ലവിലോചനോ ഹരി സുതം വിലോക്യാനകദുന്ധുഭിസ്തദാ കൃഷ്ണാവതാരോത്സവസംഭ്രമോസ്പൃശ മുദാ നിജേഭ്യോ യുധമപ്ലുതോ ഗവാം. ഭഗവാൻ അവതരിക്കാൻ ഒരുങ്ങിയ സമയത്ത് ജ്യോതിർഗോളങ്ങൾ പ്രകാശിച്ചു, ദിക്കുകളൊക്കെ പ്രകാശിച്ചു. വായു സർവത്ര സുഗന്ധം വീശിക്കൊണ്ട് സഞ്ചരിച്ചു. നദികളിൽ വെള്ളം തെളിഞ്ഞു, താമരപ്പൂക്കൾ കൺവിടർത്തി. ആകാശത്തിൽ നിന്ന് ദിവ്യന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഗന്ധർവന്മാർ പാടി, അപ്സരസ്സുകൾ നൃത്തം വെച്ചു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആഹ്ലാദിച്ചു. സർവഗുണയുക്തമായ പുണ്യനക്ഷത്രമൊത്തതായ ശോഭന മുഹൂർത്തം ആഗതമായി. അഷ്ടമിയും രോഹിണിയും ചേർന്ന സമയത്ത് ലോകം മുഴുവൻ കൂരിരുട്ടിൽ മുങ്ങിയ അർദ്ധരാത്രിയിൽ ആ മംഗളമുഹൂർത്തത്തിൽ ഭഗവാൻ ദേവകിയിൽ നിന്നും അവതരിച്ചു. ആ ദിവ്യരൂപം വസുദേവർ ഇപ്രകാരം കണ്ടു. രത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കിരീടകുണ്ടലങ്ങൾ, പഞ്ചമിചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന തിരുനെറ്റി, അതിമനോഹരമായ ഗോപിക്കുറി, ചലിച്ചുകൊണ്ടിരിക്കുന്ന പുരികക്കുടികൾ, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന താമരദളങ്ങൾ പോലെയുള്ള നയനങ്ങൾ, ശംഖചക്രഗദ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ,
കൗസ്തുഭരക്തം ശോഭിക്കുന്ന കണ്ഠം, പാദം വരെ നീണ്ടുകിടക്കുന്ന വനമാല, തങ്കക്കസവോടുകൂടിയ പീതാംബരപ്പട്ട്, പൊൻചിലമ്പണിഞ്ഞ തൃപ്പാദങ്ങൾ, ഇങ്ങനെയുള്ള ഈ അദ്ഭുത ബാലനെ കണ്ട് വസുദേവർ ആനന്ദ സമുദ്രത്തിലാറാടി. ബ്രാഹ്മണർക്കായി 10,000 പശുക്കളെ ദാനം ചെയ്യാമെന്ന് ആ കാരാഗ്രഹത്തിലിരുന്ന് നിശ്ചയം ചെയ്തു. ആ ബാലനെ പരമാത്മാവാണെന്ന് നിശ്ചയിച്ച് സ്വന്തം ദേഹകാന്തിയാൽ ആ സൂതികാഗ്രഹം ശോഭിപ്പിക്കുന്ന ഭഗവാനെ കൈകൂപ്പി നമസ്കരിച്ചു സ്തുതിച്ചു. സ്തുതി കേൾക്കാം. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഃ കേവലാനുഭവാനന്ദസ്വരൂപഃ സർവബുദ്ധിതൃക് സയേവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനു ത്വം ഹ്യപ്രവിഷ്ട ഇവ ഭാവ്യസേ യഥേമേ വികൃതാ ഭാവാസ്തദാ തേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാൻ തേഷാമിഹ സംഭവാ ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണേ ഗ്രാഹ്യൈർഗുണൈഃ സന്നപി തദ്ഗുണാഗ്രഹ അനാവൃതത്വാത് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനാത്മവസ്തുനാ യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യദസ്യ സത്യക്തമുപാദതത് പുമാൻ ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദഗുണാദവിക്രിയാത് ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈഃ സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ ബിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മനഃ സർഗായ രക്തം രജസോപബ്രംഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്യയേ ത്വമസ്യ ലോകസ്യ വിഭോരിരക്ഷിഷു ഗൃഹേവതീർണോസി മമാഖിലേശ്വര രാജന്യസംജ്ഞാസുരകോടിയുധപൈർ നിർവ്യൂഹ്യമാനാ നിഹനിഷ്യസേ ചമൂ അയം ത്വസഭ്യസ്തവ ജന്മനോ ഗൃഹേ ശ്രുത്വാംഗ്രജാസ്തേന്യവധി സുരേശ്വര സേദേവതാരം പുരുഷൈഃ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധഃ. കേവല അനുഭവാനന്ദസ്വരൂപനും സർവസാക്ഷിയുമായ അങ്ങ് പ്രകൃത്യതീതനായ പുരുഷോത്തമനാണെന്ന് എനിക്ക് പ്രത്യക്ഷമായി അറിയാൻ സാധിച്ചു. അദ്ഭുതം! അങ്ങനെയുള്ള അങ്ങ് തന്നെ പണ്ട് മായയാൽ ഈ ത്രിഗുണ പരിണാമമായ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ചവയിൽ പ്രവേശിക്കാതെ തന്നെ പ്രവേശിച്ചവനെന്ന വണ്ണം നിരൂപണം ചെയ്യപ്പെടുന്നു. ആത്മാവിൻ്റെ ദൃശ്യങ്ങളായ ദേഹാദികളിൽ യാതൊരാൾ ആത്മാവിൽ നിന്ന് വേറിട്ടിതുണ്ടെന്ന് നിശ്ചയിക്കുന്നുവോ അവൻ അജ്ഞാനിയാകുന്നു. ചിന്തിച്ചാൽ ആ ദേഹികളെല്ലാം വെറും വാഗ്ജാലമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് വരുന്നതിനാൽ ബാധിതമായ അതിനെ പരമാർത്ഥമായി കരുതുന്നവൻ അജ്ഞാനി തന്നെ. വിഭോ, ഗുണാതീതനും അതുകൊണ്ട് നിഷ്ക്രിയനും അതിനാൽ നിർവികാരനുമായ അങ്ങയിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭവിക്കുന്നുവെന്ന് പ്രമാണങ്ങളും മഹാത്മാക്കളും പറയുന്നു. ഈശ്വര സ്വരൂപനും പൂർണ്ണബ്രഹ്മവുമായ അങ്ങയിൽ ആ രണ്ട് ഭാവവും വരാം. സത്വാദി ഗുണങ്ങൾക്കും അങ്ങ് ആശ്രയമായതിനാൽ ചെയ്യപ്പെടുന്ന കർത്തൃത്വം അങ്ങയിൽ ആരോപിക്കപ്പെടുന്നു. അങ്ങ് ത്രിലോകത്തിൻ്റെ രക്ഷക്കായി മായയാൽ തൻ്റെ ശുക്ലമായ വർണ്ണം സ്വീകരിക്കുന്നു. സൃഷ്ടിക്കായി രജോ ഗുണപ്രധാനമായ രക്തവർണ്ണവും ജഗത്തുക്കളുടെ നാശമാസന്നമാകുമ്പോൾ സംഹാരാർത്ഥം തമസ്സുകൊണ്ട് കൃഷ്ണവർണ്ണവും സ്വീകരിക്കുന്നു.
അഖിലേശ്വര, അങ്ങീ ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഗൃഹത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു. സുരേശ്വര, നീചനായ കംസൻ ഞങ്ങളുടെ ഗൃഹത്തിൽ അങ്ങ് അവതരിക്കുമെന്ന് കേട്ട് അവിടുത്തെ ജ്യേഷ്ഠന്മാരെയെല്ലാം കൊന്നു. ഈ വിവരം അറിഞ്ഞാൽ ഉടൻ അയാൾ ഓടിയെത്തും. ഓം നമോ ഭഗവതേ വാസുദേവായ.